എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ റോഡുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര നരകമായിട്ടുള്ളൊരു സ്ഥിതി വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയില്ല. അത് ദേശീയപാത ആയിക്കോട്ടെ, സംസ്ഥാന പാത ആയിക്കോട്ടെ, പഞ്ചായത്ത് പാതയായിക്കോട്ടെ, ജില്ലാ പാതയായിക്കോട്ടെ, ഇത്ര മോശമായിട്ടുള്ള രീതിയിൽ റോഡുകൾ ആളുകളെ ദുരന്തത്തിലേക്ക് തള്ളിവിടാൻ വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്ന ഒരു കാഴ്ച കാണുമ്പോൾ വല്ലാത്ത പേടി തോന്നും. ഇപ്പം ഇന്നലെ നമ്മളൊരു വാർത്ത കണ്ടു. ഇന്ന് വേറെയും വാർത്ത. ഇന്നലെ എന്താ വാർത്ത? സ്കൂൾ കുട്ടികൾ സഞ്ചരിച്ച വണ്ടി മറിഞ്ഞ് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ പനയങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇന്ന് വന്നാണ് വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചത്. അതായത് IITയുടെ റിപ്പോർട്ട് ഉണ്ടായിട്ടും കളക്ടർ കുറ്റസമ്മതം പോലെയാണ് പറയണത്. IITയുടെ കൃത്യമായി നാറ്റ്പാക്കിൻ്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇതിലെ വളവുകൾ മറ്റു കാര്യങ്ങൾ അലൈൻമെൻറ്റിൽ പ്രശ്നങ്ങളുണ്ട്, പരിഹരിക്കണം, നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഏതപ്പ കോതമംഗലം. ഇതുപോലൊരു സ്ഥലത്തെക്കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എത്ര അപകടങ്ങളായി ഈ 2024 ജനുവരി മുതൽ ഇപ്പോൾ നിൽക്കുന്ന ഡിസംബർ 14 വരെ നിങ്ങൾ കണക്കെടുത്ത് നോക്കൂ. ഒരു ഡസണിലേറെ അപകടങ്ങൾ ഈ വളവിൽ നടക്കുന്നുണ്ട്. എവിടെയെന്നറിയോ? നമ്മുടെ ചിറങ്ങര എത്തനേക്കാളും മുൻപ് പെരുമ്പി ഭാഗത്തൊരു വളവുണ്ട്. ഇത് ഇന്നലെയും ഒരു വാഹനം അവിടെ ഇടിച്ച് തെന്നി മാറി നേരെ ഡിവൈഡറിൻ്റെ അവിടെ കനയിലാണ് കിടക്കണത്. ഇത് തൃശ്ശൂരിൽ നിന്ന് അങ്കമാലിക്ക് പോയിരുന്നു. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരുടെയും ശ്രദ്ധയപ്പെടുന്നില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ ഒരു പഠന റിപ്പോർട്ടും സംഭവങ്ങളും നടത്തിയിട്ടില്ലേ? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ അടിപ്പാതയും ഈ ഇല്ലാത്ത സർവീസ് റോഡിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ തർക്കമുണ്ടാക്കണല്ലേ? അത് പണിതിട്ടും വലിയ കാര്യമില്ലെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇതുപോലെയുള്ള വലിയ അലൈൻമെൻറ്റിലുള്ള അപാകത കൊണ്ടുള്ള അപകടം ആളുകളെ ദുരന്തത്തിലേക്ക് തള്ളിവിടാന്ന്. ആരാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു കൃത്യമായ ഒരു ഇടപെടൽ നടത്തുന്നത്? ഇതേ നമ്മുടെ ആവശ്യമാണ്. ഞങ്ങൾക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളുകളുടെ ജീവന് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഈ മൂട്ടിൽ തീ പിടിക്കാന്ന് പറയില്ലേ? ഈ മൂട്ടിൽ തീ പിടിക്കുന്ന അവസ്ഥ നമുക്ക് എപ്പോഴും വരാം? നമ്മുടേതായിട്ടുള്ള വിഷയങ്ങളായിട്ട് മാറുമ്പോൾ നമുക്ക് ആകപ്പാട് കൂടി പരാക്രമം അടിച്ച് നമ്മൾ ഓടണത്. അപരൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര ഇതുണ്ടാവില്ല. ഇത് തന്നെയാണ് ഇവിടുത്തെ ജനപ്രതിനിധികൾക്കുള്ള സംഭവം. നമ്മുടെ MP ഇതൊന്നും ശ്രദ്ധിക്കണല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. MLA ഉണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, ഒരുപാട് സംവിധാനങ്ങളുണ്ട്. നമുക്ക് ഇങ്ങനെ മോളിൽ തൊട്ട് താഴെ വരെ സംവിധാനങ്ങളുണ്ട്. ഈ റോട്ടിൽ, ഈ ഹൈവേയിൽ, നാഷണൽ ഹൈവേയിൽ, ഈ പെരുമ്പി ഭാഗത്തുള്ള ഈ വളവിൽ എത്ര വാഹനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില കൂടിയതും വില കുറഞ്ഞതും ലോഡും വണ്ടിയും അല്ലാത്തതും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കിടന്ന് ഡിവൈഡർമാർക്ക് കയറുന്നുണ്ട്. എന്താണിത് കയറണത്? ഇനി ഈ പനയങ്ങാടിയിൽ ഉണ്ടായ മാതിരി തന്നെ ഏതെങ്കിലും സ്കൂൾ വണ്ടിയുമോ ഏതെങ്കിലും സംഗതിയോ മറയാനോ ഇടിക്കാനോ എന്നിട്ട് മരണപ്പെടാനോ ഇതിനു വേണ്ടിയിട്ടാണോ കാത്തു നിൽക്കുന്നത്? ഈ വളവിനെ പറ്റിയിട്ട് സ്റ്റഡിയും സംഗതി നടത്തില്ല. ഇവർ ചെയ്യുന്ന വർക്കുകൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ നാളെ മുരിങ്ങൂർ നമ്മുടെ മാസ്റ്റർ പ്രസ് ഉടമയുടെ ഫ്രണ്ടിൽ വന്നാണ് കാനഡ കേസ് പറഞ്ഞില്ലേ? എന്തിനാണ് പ്രിയപ്പെട്ട സംവിധാനങ്ങളെ ഞങ്ങളെ കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ പാതകൾ ഒരുക്കുന്നത്? അങ്ങനെ പാതകൾ ഒരുക്കി നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാൻ പോലുള്ള, ഞങ്ങൾക്കല്ലേ നഷ്ടപ്പെടുന്നുള്ളൂ. ഈ പാതയുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എവിടെ നിന്നറിയോ? ഇപ്പൊ പുതിയതായിട്ട് അവിടെ പാച്ച് വർക്കിന്റെ പരിപാടി കഴിഞ്ഞോടുകൂടി അവിടെ ഈ സ്പീഡ് തെന്നി മാറാതിരിക്കാൻ വേണ്ടി സ്കിഡ് ലൈനുകൾ ഇട്ടുണ്ടായിരുന്നു. വൈറ്റ് വര ക്രോസിംഗ് ആയിട്ട് സ്വാഭാവികമായിട്ട് അതുമ്മ കയറുമെങ്കിലും ഒരു പിടുത്തം വരും. അതെല്ലാം ഇപ്പൊ ഈ പാച്ച് വർക്കിന്റെ ഉള്ളിൽ അടിപ്പെട്ടു പോയി. ഈ വെള്ളവര വരച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് അപകടം കുറഞ്ഞതാ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടുത്തെ ഏറ്റവും ആദ്യം ശ്രദ്ധയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ മെമ്പർ ഓഫ് പാർലമെന്റ് ബഹുമാനപ്പെട്ട ആദരണീയനായ ബെന്നി ബെഹനാൻ ചേട്ടനാണ്. ബെന്നിച്ചേട്ടൻ ഒന്ന് അവിടെ വന്നിട്ടൊന്ന് നോക്കുക. എത്ര അപകടങ്ങളായി ജനുവരി മുതൽ നോക്കി നോക്കിയാൽ എത്രയോ അപകടങ്ങൾ, ഒരു 10 അപകടങ്ങളിൽ മേലെ ആയിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ MLA സനീഷ് ചേട്ടൻ, കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ്, അവിടുത്തെ മെമ്പർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ എല്ലാവരും ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നിങ്ങളിതൊന്നും കാണുന്നില്ലേ എന്നാണ് ഞാൻ ചോദിക്കണേ. നിങ്ങളിതൊന്നും കാണുന്നില്ലേ? ഇത് ചിറങ്ങരയിലുള്ള കൊരട്ടിയിലുള്ള ആളുകളൊന്നും ആയിരിക്കില്ല അവിടെ അപകടത്തിൽപ്പെടുന്നത് വേറെ എവിടേക്കൊക്കെ ജോലിക്കോ വിദ്യാഭ്യാസത്തിനോ ഒക്കെ പോകുന്ന സംഗതികളാണ്. വലിയ ദുരന്തം ഉണ്ടാവാനായിട്ട് സാധ്യതയുള്ള ഒരു സ്പോട്ടായിട്ട് ആ പ്രദേശം മാറിയിട്ടുണ്ട്. കാരണം എത്രയോ വാഹനങ്ങൾ, എത്രയോ വിലപിടിപ്പുള്ള ഓടി കാറ്, എത്രയോ വാഹനങ്ങൾ മറിഞ്ഞേക്കുന്നു. ഇന്നലെയും ഒരു വാഹനം മറിഞ്ഞു. അതിന്റെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കൊടുത്ത കാശിന് ഞങ്ങൾക്ക് ശവപ്പെട്ടി മേടിച്ചു തരാൻ എന്തിനാണ് നിങ്ങൾ ഈ ഇമാതിരി റോഡ് പണികൾ ചെയ്യണത്? എത്ര പഠന റിപ്പോർട്ട് ഉണ്ടായാലും കണ്ട, എത്ര ജീവനാണ് നഷ്ടപ്പെട്ടത്? ആർക്ക് പോയി? ആരാണെങ്കിലും ഇടപെടുന്നത്? ആര് ശിക്ഷിക്കും? എല്ലാവർക്കും കുറ്റസമ്മതം നടത്താം. ഇതുപോലെ ഇത്ര മോശമായിട്ടും നിരുത്തരവാദപരമായിട്ടും ഇതിലൊക്കെ അപകടങ്ങൾ ഉണ്ടാവുക, പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് നടപടിയാണ് തിരിക്കുക? നമുക്ക് നടപടി വരും എന്നുള്ള പേടി ഉണ്ടാവുന്നതായിരിക്കും. ആർക്കെതിരെ എന്ത് കാര്യമാണ് ചെയ്യണത്? ഈ ചിറങ്ങര ഭാഗത്ത് ചിറങ്ങര എത്തനേക്കാളും മുൻപ് പെരുമ്പിയിലുള്ള ഈ വളവ് നിങ്ങൾ നോക്കിക്കോ. ഒരു വലിയ ദുരന്തം ഏതെങ്കിലും രാത്രിയുടെ യാമങ്ങളിലോ എപ്പോഴെങ്കിലും മഴ പെയ്യുന്ന സമയത്ത് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഉണ്ടായി കഴിയുമ്പോൾ മരണങ്ങൾ അവിടെ കാണാൻ വേണ്ടി വരുന്ന നിങ്ങൾ അവിടെ അത് കാണാനായിട്ട് നിങ്ങൾ വരരുത്. കൊരട്ടിയിലും ചിറങ്ങരയിലുള്ള അത്യാവശ്യം പ്രതികരണ ശേഷിയുള്ള ആളുകൾ ഈ വിഷയം, ഇത് ചില്ലറ വിഷയമല്ല. ഞാൻ ഇന്നലത്തെ അപകടം കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇന്നലെ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പം തന്നെ തട്ടി. ഇവിടെ മഴ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ അലൈൻമെന്റിൽ എന്തോ പ്രശ്നമുണ്ട്.
എത്ര വാഹനങ്ങൾ ഡിവൈഡറിൽ കയറി ചിരിച്ചിരിക്കുന്നു. ഇനിയും ചിരിച്ചു നിൽക്കട്ടെ, അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഏതെങ്കിലും സ്ഥിരം പറയാനുള്ള ഏതെങ്കിലും തലയ്ക്ക് മുകളിലുള്ള ജനപ്രതിനിധികൾ നമ്മൾ ഈ കാറിലല്ലാണ്ട് മറ്റു വാഹനങ്ങളിൽ കൂടെ അതിൽ കൂടെ പോകുമ്പോഴാണ് നമുക്കിതൊക്കെ അറിയാൻ സാധിക്കുള്ളൂ, അല്ലേ? കാറിലല്ലാണ്ട് നമ്മൾ പോകണം, 2 വീലറിലൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും റോഡിന്റെ സ്ഥിതി എന്താന്ന്, തോടും വരമ്പും ഇതൊക്കെ. ഇത് ആരും നമ്മുടെ ജനപ്രതിനിധി ഇരുചക്ര വാഹനത്തിലൊക്കെ പോണ ജനപ്രതിനിധികൾ വളരെ കുറവാണല്ലോ. അതുകൊണ്ട് ആരോടാണ് ഞങ്ങൾ ഈ വിഷമം പറയേണ്ടതെന്നുള്ളത് അറിയില്ല. കൊരട്ടിക്കാരെ, ചരങ്ങരക്കാരെ, വലിയ അപകടം ഇന്നലെ പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ പനയങ്ങാടിയിലുണ്ടായ അതിനേക്കാളും ഭീകരമായിട്ടുള്ള അപകടം വരാതിരിക്കട്ടെ. നന്ദി, നമസ്കാരം.